നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. സ്ത്രീധനമില്ലാത്ത ഒരു ഗ്രാമം, വിവാഹ ചെലവ് വരെ നടത്തുന്നത് വരൻ. ഒരു ആദിവാസി സമൂഹമാണ് ഇങ്ങനെ മാതൃകയായിരിക്കുന്നത്. കൂടുതൽ വാർത്തകളിലേക്ക് പോകാം. സ്ത്രീധന പീഡനവും അതുമായി ബന്ധപ്പെട്ട ആത്മഹത്യകളും രാജ്യത്ത് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമവിരുദ്ധമെന്ന് വിലക്കിയിട്ടും ആചാരം പോലെ ഇന്നും കേരളത്തിൽ സ്ത്രീധനം നിലനിൽക്കുന്നുണ്ട്. ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിയായ വിഭജികയും കുഞ്ഞും ഷാർജയിൽ നിന്ന് തന്നെ അതുല്യ, ഇവരെല്ലാം കേരളത്തിന്റെ തോരാത്ത കണ്ണീരാണ്. അഭ്യസ്തവിദ്യരും സമൂഹത്തിൽ ഉന്നത നില അവകാശപ്പെടുന്നവരുമെല്ലാം സ്ത്രീധനം കൊടുക്കുന്നവരിലും വാങ്ങുന്നവരിലും ഉൾപ്പെടുന്നു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രകാരം ഓരോ വർഷവും ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയോ സ്ത്രീധനം മൂലം പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു. വിദ്യാസമ്പന്നർക്കിടയിൽ പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഒരു സാമൂഹിക വിപത്ത് തന്നെയാണ്. ഇത്തരം ദുരാചാരങ്ങൾക്കെതിരെ സമൂഹത്തിന്റെ കൂട്ടായ ഇടപെടലും ആവശ്യമാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള വിദ്യാസമ്പന്നരായ കേരളത്തിൽ പോലും സ്ത്രീധനത്തിന്റെ പേരിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. വിസ്മയം മുതൽ വിഭജിക വരെ ഇതിന് ബലിയാടായവരാണ്. എന്നാൽ ഇത്തരം ദുരാചാരങ്ങൾക്കെതിരെ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തരായി സമൂഹത്തിന് ഒരു മികച്ച മാതൃക തീർത്തിരിക്കുകയാണ് ജാർഖണ്ഡിലെ സന്താലി ഗോത്ര സമൂഹം. ഇവിടെയുള്ള ആളുകൾ സ്ത്രീധനത്തെ ശക്തമായി എതിർക്കുന്നു. സ്ത്രീയാണ് ധനമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇവർ സ്ത്രീകളുടെ അന്തസ്സിനെ ബഹുമാനിക്കുകയും വിവാഹത്തിൽ അവരെ തുല്യരായി കാണുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഗോത്രവർഗ്ഗങ്ങളാണ് സാന്താൾ എന്നറിയപ്പെടുന്നത്. പശ്ചിമ ബംഗാൾ, ഒറീസ, ബീഹാർ, ജാർഖണ്ഡ്, ആസാം എന്നീ സംസ്ഥാനങ്ങളിലായാണ് ഇവർ ഇന്ത്യയിൽ കണ്ടുവരുന്നത്. അയൽ രാജ്യമായ ബംഗ്ലാദേശിലും സാന്താൾ വർഗ്ഗക്കാർ അധിവസിക്കുന്നു. ഈ ഗോത്ര സമൂഹത്തിൽ വരന്റെ ഭാഗത്തുനിന്നോ വധുവിന്റെ ഭാഗത്തുനിന്നോ സ്ത്രീധനത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്ന കർശന നിർദ്ദേശമുണ്ട്. വിവാഹ സമയത്തോ അതിനുശേഷമോ സ്ത്രീധനം ആവശ്യപ്പെടുന്ന ദുരാചാരം ആ ജനതയ്ക്കിടയിൽ ഇല്ല. സ്ത്രീധനത്തിനെതിരായ ഈ ശക്തമായ നിലപാട് നിയമത്തിനപ്പുറം ഞങ്ങളുടെ സാംസ്കാരികവും സാമൂഹികവുമായ ധാർമ്മികതയിൽ ആഴത്തിൽ വേരൂന്നിയതാണ് എന്നവർ പറയുന്നു. സ്ത്രീയുടെ അന്തസ്സിനെ ബഹുമാനിക്കുന്നതാണ് ഏറ്റവും വലുത് എന്ന് ആദിവാസി സംഘടനയുടെ ജില്ലാ സെക്രട്ടറി സിക്കന്ദർ ഹെംബ്രായും പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. വധുവിന്റെ ഭാഗത്തുനിന്ന് സ്ത്രീധനം വാങ്ങുകയോ ആഡംബരപൂർണമായ പാർട്ടി വേണമെന്ന് വധുവിന്റെ കുടുംബത്തോട് ആവശ്യപ്പെടുകയോ ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ വിവാഹം ബഹിഷ്കരിക്കുമെന്നാണ് ആദിവാസികളുടെ നേതാക്കൾ പറയുന്നത്. മറ്റുള്ള ജനതയിൽ നിന്ന് വ്യത്യസ്തമായി വിവാഹ സമയത്ത് വരന്റെ കുടുംബം സ്ത്രീധനം വാങ്ങുന്നതിനു പകരം വധുവിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതാണ് ഇവിടുത്തെ പതിവ്. കൂടാതെ വധുവിന്റെ പിതാവിന് വരൻ രൂപ നൽകും. മകളെ വളർത്തിയതിനുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് വരന്റെ കുടുംബം വധുവിന്റെ അമ്മയ്ക്കും മുത്തശ്ശിക്കുമെല്ലാം സാരി വാങ്ങി നൽകും. ഈ ഗ്രാമത്തിലെ നിയമപ്രകാരം വരനാണ് വിവാഹത്തിന്റെ മുഴുവൻ ചെലവും വഹിക്കേണ്ടത്. വിവാഹ ഘോഷയാത്ര മുതൽ അതിഥികൾക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകുന്നതുവരെയുള്ള എല്ലാ ചെലവുകളും വരന്റെ കുടുംബം വഹിക്കണം. വധുവിന്റെ കുടുംബത്തിന് യാതൊരു വിധത്തിലുള്ള ചെലവുകൾ ഇല്ല എന്നും വിവാഹവുമായി ബന്ധപ്പെട്ട യാതൊരു ഭാരവുമില്ലെന്നും പറയുന്നു. ഈ ഗോത്രത്തിലുള്ളവർ വധുവിന്റെ സഹോദരന് കൃഷിക്കായി ഒരു ജോഡി കാളകളെ നൽകും. ഇനി ഒരു ജോഡി കാളകളെ നൽകാൻ കഴിയാത്ത പക്ഷം ഒരു കാളയെ നൽകിയാലും മതി. അതിനും കഴിഞ്ഞില്ലെങ്കിൽ 1 രൂപയെങ്കിലും നൽകിയാലും മതിയാകുമത്രേ. വളരെ നല്ല ഒരു ആചാരമാണ് ആദിവാസികൾക്കിടയിൽ പോലും ഇപ്പോഴും ഉള്ളത്. ഇതൊന്നും ഇനിയും നമ്മുടെ കേരളത്തിലെ അഭ്യസ്തവിദ്യരായവരുടെ ഇടയിലേക്ക് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ സത്യം.